റത്ലാപൂർ ഗ്രാമത്തിൽ ശങ്കർ എന്നു പേരുള്ള ഒരു കഠിന അധ്വാനി തന്റെ ഭാര്യ പാർവതി, മകൾ ഗോലുവിനോടൊപ്പം ജീവിച്ചു വന്നു. അവർ വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. ശങ്കർ തന്റെ ചെറിയ പാടത്ത് കൃഷി ചെയ്യുകയായിരുന്നു. പിന്നെ പാർവതി വീടിനെ നോക്കുന്നതോടൊപ്പം കൃഷിപ്പണികളിൽ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തിരുന്നു. അവരുടെ കയ്യിൽ വലുതായി ഒന്നുമില്ല, പക്ഷെ സത്യസന്ധതയും അധ്വാനവും ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ജീവിച്ചു വന്നു. ഇത്തവണ കൃഷിയിൽ നന്നായി വിളവ് കിട്ടുകയാണെങ്കിൽ ഗോലുവിന്റെ പഠിത്തത്തിന് കൂടുതൽ നമ്മൾ ചെലവാക്കാം. തീർച്ചയായിട്ടും ചെയ്യാം. ഇത്തവണ നല്ല വെള്ളത്തിൽ വരുമെന്ന് വിചാരിക്കുന്നു. ആ ദൈവത്തിന്റെ ആശീർവാദം നമുക്ക് കിട്ടിയാൽ മാത്രം മതി. പിന്നെ നിങ്ങളുടെ അധ്വാനവും ഇതുപോലെ ഉണ്ടാകണം. അതാണ് എന്റെ പ്രാർത്ഥന. ശങ്കറും പാർവതിയും വളരെ വിശ്വാസത്തോടെ അവരുടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഒരു ദിവസം പെട്ടെന്നെല്ലാം തന്നെ മാറാൻ തുടങ്ങി. ശങ്കറിന്റെ വിളവുകളിൽ കീടാണുക്കൾ വരാൻ തുടങ്ങി. ബാക്കിയുണ്ടായിരുന്ന വിളവുകൾ മഴയില്ലാത്ത സമയത്ത് മഴ പെയ്ത് നശിച്ചുപോയി. എന്റെ ദൈവമേ, ഇവിടെ എന്താ സംഭവിച്ചത്? എന്റെ മൊത്ത കൃഷിയും ഇങ്ങനെ നശിഞ്ഞു പോയല്ലോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? നടന്ന സംഭവം കാരണം ശങ്കറിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. പിന്നെ കൃഷി ചെയ്യാനായി വാങ്ങിയ കടൻ അതും അധികമാകാൻ തുടങ്ങി. പക്ഷേ ഇത്ര പ്രശ്നങ്ങൾക്കിടയിലും ശങ്കർ തന്റെ ഭാഗത്തു നിന്നും പ്രയത്നിക്കുന്നത് കൈവിട്ടില്ല. അദ്ദേഹം പുതിയ ടെക്നിക്കിന്റെ സഹായം തേടിച്ചെന്നു. ഒരുപാട് കൃഷിക്കാരോട് ആലോചന ചോദിച്ചു. പക്ഷേ ഭാഗ്യം അദ്ദേഹത്തെ തുണച്ചില്ല. പാർവതിയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ അവർ നോക്കി. പക്ഷേ അവസ്ഥ ദിവസവും മോശമായിക്കൊണ്ടേയിരുന്നു. എന്നെ ക്ഷമിച്ചേക്ക് പാർവതി. നമ്മുടെ കൃഷിയിൽ നഷ്ടം സംഭവിച്ച കൊണ്ടാണ് ഇന്ന് നീ വേറെ വീട്ടിലേക്ക് ചെന്ന് ജോലി ചെയ്യാനുള്ള ആവശ്യം വന്നിരിക്കുന്നു. അല്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മാപ്പ് ചോദിക്കുന്നത്? ഇത് നമ്മുടെ കുടുംബമല്ലേ? നമ്മൾ രണ്ടുപേരും ചേർന്നല്ലേ അധ്വാനിക്കേണ്ടത്? പക്ഷെ നീ എത്ര ദൂരം സ്വപ്നം കണ്ടു വെച്ചിരുന്നു. ഈ കൊല്ലം ഇത് ചെയ്യാം അത് ചെയ്യാമെന്ന്. പക്ഷെ എല്ലാം നാശമായി പോയല്ലോ. പക്ഷെ ഇതിൽ നിങ്ങളുടെ തെറ്റൊന്നും തന്നെ ഇല്ലല്ലോ. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ ഉള്ളത്. നമ്മൾ തളരാതെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. നീയും ശരിയാണ് പറഞ്ഞത്. പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് വിട്ടിട്ട് ശാന്തമായി ചെന്ന് കിടന്നുറങ്ങൂ. അവസാനം ശങ്കർ ഗ്രാമത്തിനടുത്തുള്ള ഒരു കടയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ആ കടയിൽ ജോലി ചെയ്ത് അദ്ദേഹം തന്റെ കുടുംബത്തിന്റെ ചിലവുകൾ ഒരു വിധത്തിൽ നടത്താൻ തുടങ്ങി. ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം അധ്വാനിക്കും. പക്ഷേ കിട്ടുന്ന വരുമാനം അദ്ദേഹത്തിന് കുടുംബം നടത്താൻ മാത്രമേ തികഞ്ഞുള്ളൂ. കടൻ അടയ്ക്കാൻ പണം ചേർത്ത് വെക്കാൻ വളരെ കഷ്ടമായിരുന്നു. പിന്നെ ഇതിനൊക്കെ ഇടയ്ക്ക് ഒരു ദിവസം ശങ്കറിന്റെ മകൾ ഗോലുവിനെ സ്കൂളിൽ നിന്നും പറഞ്ഞയച്ചു. കാരണം അവളുടെ ഫീസ് അടച്ചില്ല. അച്ഛാ, ഇന്ന് ടീച്ചർ എന്നെ സ്കൂളിൽ നിന്നും പറഞ്ഞയച്ചോ. പക്ഷേ എന്താ ടീച്ചർ പറഞ്ഞു ഈ വർഷം എന്റെ സ്കൂൾ ഫീസ് അടച്ചിട്ടേ ഇല്ലാന്ന്. അതുകൊണ്ട് എനിക്ക് പരീക്ഷ എഴുതാനാകില്ലത്രേ. മകൾ കരയുന്നത് കണ്ടതും തന്നെ ശങ്കർ വല്ലാതെ തളർന്നുപോയി. തന്റെ അവസ്ഥയെക്കുറിച്ചും തന്റെ കഴിവില്ലായ്മയെക്കുറിച്ചും ആലോചിച്ച് വിഷമത്തിൽ അദ്ദേഹം കുടിക്കാൻ തുടങ്ങി. പിന്നെ വീട്ടിലേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കി. അതുകൊണ്ട് കുടുംബത്തിന്റെ അവസ്ഥ വളരെ മോശമായി. എല്ലാം നാശമായി പോയി. എന്റെ സ്നേഹം നിറഞ്ഞ പുത്രീനെ ആൾക്കാള് സ്കൂളിൽ നിന്ന് നിർത്തിക്കളഞ്ഞു. എന്താ പറഞ്ഞത്? നീ പരീക്ഷ എഴുതാൻ പറ്റില്ലെന്നാണോ? അവരെങ്ങനെ അത് അങ്ങനെ പറയും? എല്ലാം പോയി. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ ആത്മവിശ്വാസം കൈവെടിഞ്ഞാൽ നമ്മുടെ അവസ്ഥ പിന്നെ എന്താകും? അപ്പൊ ഞാൻ എന്താ ചെയ്യാ പാർവതി? എന്താണ് ചെയ്യാ? ഞാൻ കഷ്ടപ്പെട്ട് എല്ലാ വിളച്ചിലും നഷ്ടമായി പോയല്ലോ. ഞാൻ സമ്പാദിക്കണ വെച്ച് വീട്ടുകാരിയെ മാത്രം നോക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മുടെ തലമേലിരിക്കുന്ന കടനെ എങ്ങനെയാണ് തീർക്കുക? എങ്ങനെ അടച്ചു തീർക്കുക? നടക്കും, എല്ലാം നടക്കും. നിങ്ങൾ വിശ്വാസം കൈവെടിയല്ലേ? ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പാർവതിയുടെ വാക്കുകൾ ശങ്കറിന്റെ മനസ്സിനെ ആശ്വസിപ്പിച്ചില്ല. അദ്ദേഹം വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങി. തന്റെ അധ്വാനം കൊണ്ട് ജീവിതം വിജയിക്കണമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ മദ്യപാനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നമായി മാറി. ഒരിക്കൽ ചെയ്തത് ഇപ്പോൾ ദിവസവും ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം വൈൻ ഷോപ്പിൽ 2 കള്ളന്മാർ സംസാരിച്ചു കൊണ്ടിരുന്നത് ശങ്കർ കേട്ടു. ശരി, പറയ്, ഇന്ന് നമ്മൾ എവിടെ പോണം? ഇന്ന് നമ്മൾ പോവേണ്ട സ്ഥലത്തിനെ കുറിച്ച് നിനക്ക് ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റില്ല. അതുപോലെ എന്ത് സ്ഥലത്തേക്കാ പോകുന്നത്? ശ്മശാനം. എന്ത്? നിനക്കെന്താ പ്രാന്താണോ? ജീവനുള്ളവരുടെ വീട് വിട്ടിട്ട് ശ്മശാനത്തിൽ പോവാൻ പറയുന്നേ?
അതേടോ അതെ. പക്ഷെ എന്താന്ന് പറയ്, അവിടെ നിനക്ക് എന്ത് നിധിയാണ് കിട്ടാൻ പോകുന്നത്? എന്ത് നിധിന്നോ? അവിടെ സ്വർണ്ണാണ് കിട്ടാൻ പോകുന്നത്. സ്വർണം. എന്ത്? കള്ളന്മാർ സംസാരിക്കുന്നത് കേട്ടിട്ട് ശങ്കർ ഞെട്ടിപ്പോയി. അതായത് ഗ്രാമത്തിലെ ചടങ്ങ് രീതി അനുസരിച്ച് മരിച്ചുപോയവരെ സ്വർണ്ണ ആഭരണങ്ങൾ ഇട്ട് അലങ്കരിച്ച് യാത്രയാക്കുമത്രേ. കള്ളന്മാർ ആ സ്വർണത്തിലാണ് ഉന്നം വെച്ചിരുന്നത്. ചില സമയം പ്രേതം കത്തിയതിനു ശേഷം അത് അവിടെ തന്നെ കിടക്കും. ഇത് കേൾക്കാൻ എത്ര ഭയങ്കരമാണോ, ചെയ്യാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ തന്റെ അവസ്ഥയിൽ അധികം അത് ചെയ്യേണ്ടതായി വന്നു. കള്ളന്മാർ ശ്മശാനത്തിലേക്ക് ചെന്നതും ശങ്കറും അവർക്കറിയാതെ അവരെ തുടർന്നു ചെന്നു. ശ്മശാനത്തിലേക്ക് ചെന്നതും കള്ളന്മാർ അവരുടെ പണി ചെയ്തു. എന്നിട്ട് അവിടെ നിന്നും പോയി. അവരവിടെ നിന്നും പോയതിനു ശേഷം ശങ്കർ തന്റെ ധൈര്യം അധികരിച്ച് ആ ശ്മശാനത്തിലേക്ക് അദ്ദേഹം ചെന്നു. പിന്നെ കത്തിയിരുന്ന ചാമ്പൽ അദ്ദേഹം മാറ്റി നോക്കി. പിന്നെ അവസാനം അദ്ദേഹത്തിന് കുറച്ച് സ്വർണങ്ങൾ കിട്ടി. അദ്ദേഹം ആ ആഭരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് ചെന്നെത്തിയതും അദ്ദേഹം നോക്കി. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും വളരെ ശാന്തമായി ഉറങ്ങുകയായിരുന്നു. ഈ അവസരം മുതലാക്കി ശങ്കർ പഴയ സാധനങ്ങൾ വെച്ചിരുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ആ സ്വർണങ്ങൾ അദ്ദേഹം മറച്ചു വെച്ചു. അപ്പോഴാണ് അവിടേക്ക് പാർവതി വന്നത്. അല്ല, ഈ രാത്രിയിൽ നിങ്ങൾ ഇവിടെ എന്തു ചെയ്യുകയാണ്? അത് പിന്നെ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ രണ്ടുപേരും ഉറങ്ങായിരുന്നല്ലോ, അതാണ് ഇവിടെ വന്നത്. നിങ്ങൾ മദ്യപിച്ചിരിക്കുകയാണോ? കുടിക്കുക, എപ്പോഴും കുടിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ദിവസം തോറും നിങ്ങളുടെ മദ്യപാനം അധികരിച്ചുകൊണ്ടേ പോകുന്നു. നീ പിന്നെയും തുടങ്ങിയോ? ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. നീ ഇവിടുന്ന് പൊയ്ക്കോ. ശങ്കർ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ അടുത്ത ദിവസം ശ്മശാനത്തിൽ അദ്ദേഹം മോഷ്ടിച്ച സ്വർണ്ണ സാധനങ്ങളുടെ ഒരു കഷ്ണം വിറ്റ് അദ്ദേഹത്തിന്റെ പഴയ കടനിൽ കുറച്ചു കാശ് നൽകി. അദ്ദേഹം കരുതി ഇങ്ങനെ ചെയ്താൽ തന്റെ അവസ്ഥ കുറച്ച് നന്നാകുമെന്ന് അദ്ദേഹം കരുതി. ഇപ്പോൾ ശങ്കർ ദിവസവും രാത്രി ശ്മശാനത്തിലേക്ക് ചെന്ന് കത്തിയ ചാമ്പലിൽ സ്വർണം തേടും. എന്നിട്ടത് വിൽക്കും. പതുക്കെ പതുക്കെ ശങ്കറിന്റെ കടൻ കുറയാൻ തുടങ്ങി. അപ്പോഴാണ് ശങ്കറിന്റെ ഭാര്യ പാർവതിക്ക് സംശയം വരാൻ തുടങ്ങിയത്. ശങ്കറിന്റെ കയ്യിൽ ഇത്രയും കാശ് എങ്ങനെയാണ് പെട്ടെന്ന് വന്നത്? ശങ്കറിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്തു പറഞ്ഞെന്നാൽ, ഇവിടെ നോക്ക്, നീ പൈസ എവിടെ നിന്ന് വരുന്നെന്ന് നീ എന്നോട് ഒരിക്കലും ചോദിക്കരുത്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, നീ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കണ്ട. നീ വീട് മാത്രം നോക്കിക്കോ, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? മുൻപേ നിങ്ങൾ ഇങ്ങനെ ഇല്ലായിരുന്നു. നീ ആദ്യം വായടയ്ക്കുന്നു. ശങ്കറിനും പാർവതിക്കുമിടയിൽ തർക്കങ്ങൾ കൂടി വന്നു. പക്ഷേ ശങ്കർ പാർവതി പറയുന്നതൊന്നും തന്നെ കേൾക്കാറില്ല. പക്ഷേ കുറച്ചു ദിവസത്തിനകം ശങ്കറിന്റെ അവസ്ഥ വല്ലാതെ മോശമായി. കുറച്ചു ദിവസം കൊണ്ട് ശങ്കർ വെറും കൈയോടെയാണ് ശ്മശാനത്തിൽ നിന്നും വരുന്നത്. ഈ അവസ്ഥ കുറേ ദിവസങ്ങളായി തുടർന്നു. വെറും കൈയോടെ തിരികെ വരുന്നത് കാരണം ശങ്കർ ദേഷ്യം കൊണ്ടും വെറുപ്പ് കൊണ്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോഴൊക്കെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എന്നെ കൊണ്ട് പിന്നെയും ആ പാവപ്പെട്ട ജീവിതം തുടങ്ങാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ അത്യാഗ്രഹം വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ശ്മശാനത്തിലേക്ക് വരുത്തി. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ല. മതി, ഇതിനുശേഷം പറ്റില്ല. ഇപ്പൊ നമുക്ക് വേറെന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. തന്റെ അത്യാഗ്രഹവും ദേഷ്യവും കാരണം ആവശ്യമില്ലാതെ ശങ്കർ ഒരു വലിയ കാര്യം ചെയ്യാനായി തീരുമാനിച്ചു. ശ്മശാനത്തിൽ പൂഴ്ത്തിവെച്ചിരുന്ന പ്രേതങ്ങളെ അദ്ദേഹം പുറത്തേക്ക് എടുക്കാൻ തീരുമാനിച്ചു. പിന്നെ പ്രേതങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണങ്ങൾ മോഷ്ടിക്കാൻ തുടങ്ങി. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശ്മശാനത്തിൽ ചുറ്റി നിൽക്കുന്ന തെരുനായകൾ കുരയ്ക്കാൻ തുടങ്ങി. ചേടാ, ഇതൊക്കെ ഇപ്പൊ എവിടെന്നാ വന്നത്? വീട് ശങ്കർ, ഈ നായ കുരച്ച് വേറെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടുന്ന് പോയി കളയാം. ശങ്കർ അവിടെ നിന്നും പോകാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ആ നായകളൊക്കെ വന്ന് അദ്ദേഹത്തെ കടിക്കാൻ തുടങ്ങിയിരുന്നു. ശങ്കർ തന്നെ രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ചു. എന്നെ വിട്, വിട്, രക്ഷിക്കൂ, രക്ഷിക്കൂ, ആരെങ്കിലും ഉണ്ടോ? രക്ഷിക്കൂ, രക്ഷിക്കൂ. ശങ്കർ സഹായം ചോദിച്ച് നിലവിളിക്കാൻ തുടങ്ങി. പക്ഷെ ഒന്നും നടന്നില്ല. ആ നായകൾ അദ്ദേഹത്തെ മോശമായി കടിച്ചു. അദ്ദേഹം അവിടെ മയങ്ങി വീണു. രാത്രി മുഴുവൻ അദ്ദേഹം വളരെ മോശമായ അവസ്ഥയിൽ അവിടെ കിടന്നു. നേരം വെളുത്തതും തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകളൊക്കെ അവിടേക്ക് ചെന്നു. മുറിവേറ്റ അവസ്ഥയിൽ ശങ്കറിനെ അവർ കണ്ടു. എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ വീട്ടിലും അവർ അറിയിച്ചു.
എന്റെ ദൈവമേ, എന്താ ഞാൻ ഈ കാണുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് ചേട്ടാ? ഇങ്ങനെ ഒരു മോശമായ കാര്യം നിങ്ങളെ കൊണ്ട് എങ്ങനെയാ ചെയ്യാനായത്? നേരാണ്, ഇപ്പോൾ വഴി നടക്കാനാകാതെ ആയല്ലോ എനിക്ക്. ഹോസ്പിറ്റൽ ബെഡിലുണ്ടായിരുന്ന ശങ്കർ താൻ ചെയ്ത തെറ്റ് വിചാരിച്ച് വിഷമിക്കാൻ തുടങ്ങി. ഇപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. അത്യാഗ്രഹം അദ്ദേഹത്തെ ഇരുട്ടായി ഈ വഴിയിൽ കൊണ്ടെത്തിച്ചു. ഈ കഥ ഒരു സത്യം ഓർമ്മിപ്പിക്കുകയാണ്. അത്യാഗ്രഹം വളരെ മോശമായതാണ്. ഒരു മനുഷ്യനെ ധാർമ്മികത്തിൽ നിന്നും മാറ്റി അവസാനം നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചു. നേരായ വഴിയിൽ സഞ്ചരിക്കുന്നതും തൃപ്തിയോടെ ജീവിക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ സന്തോഷമായ ജീവിതം.